എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞോളൂ. തഗ്ദിനാദിന്ദിൻ. ജിൻഡു, ഈ സാധനം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമല്ലോ. നീ എന്താ ചെയ്യുന്നത്? ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇങ്ങോട്ട് താ, ഞാൻ കാണിച്ചു തരാം. ഞാൻ നിഞ്ച എക്സ്പേർട്ടാ. നിങ്ങൾ രണ്ടുപേരും എന്താ ഈ ചെയ്യുന്നത്? പുറത്തു പോയി പ്രാക്ടീസ് ചെയ്യ്. ചെല്ല്. ഓഹോ, അത് ശരി. അപ്പൊ വീറിന്റെ കൂട്ടുകാർ നെഞ്ചൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുകയാണോ? ഞങ്ങളുടെ നിഞ്ച മാസ്റ്ററെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്ക്. നിങ്ങൾക്ക് എത്രമാത്രം നിഞ്ച അറിയാമെന്ന് നോക്കട്ടെ. വാ, നമുക്ക് നോക്കാം നിഞ്ചയുടെ ബോസ് ആരാണെന്ന്. ഇതെങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെ? ഇത് നിഞ്ച ഫൈറ്റർ ഒന്നും അല്ല. ഇവനേതോ മാന്ത്രികനാണ്. ഞാൻ മാന്ത്രികന്മാരോട് ഫൈറ്റ് ചെയ്യാറില്ല. നീ എത്രയും പെട്ടെന്ന് മുങ്ങിക്കോടാ. എങ്ങോട്ടാ ഈ ഓടുന്നേ? ഫൈറ്റ് ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. ജിൻഡു, നീ സൈഡിലോട്ട് മാറി നിൽക്ക്. ഇനി ഞാൻ ഫൈറ്റ് ചെയ്തോളാം. നീ ഇതിന്റെ ഇടയ്ക്ക് കയറേണ്ട ആവശ്യമില്ല. നീ എന്നെ ഒരിക്കലും സന്തോഷിക്കാൻ സമ്മതിക്കില്ല. ഞാനെന്നാ പോവും അവിടുന്ന്. ബൈ. ഈ ട്രെയിനിങ് വളരെ ബോറിംഗ് ആൻഡ് ടയറിംഗ് ആണ്, അറിയാമോ? എനിക്ക് ഒട്ടും രസം തോന്നുന്നില്ല. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഈ ട്രെയിനിങ്ങിനെ എന്റർടൈനിങ് ആക്കി തരാം. ഡാൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഡാൻസ് അല്ല, കരാട്ടെ പഠിക്കണ്ടേ. ദേ ഈ മാസം തീരാറായി. നീ എന്നെ കരാട്ടേന്റെ ഒരു സ്റ്റെപ്പും പോലും പഠിപ്പിച്ചു തന്നിട്ടില്ല. കരാട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഉണ്ട്, ഓരോ ശ്വാസത്തിലും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാ മതി. നമ്മൾ നേരത്തെ കളിച്ചൊരു ഡാൻസ് സ്റ്റെപ്പ് നോക്കാം. കൈ നല്ല ശക്തിയായി പിടിക്കണം, സ്ട്രോങ് ആയിരിക്കണം. എന്നിട്ട് ദേ ഇങ്ങനെ കറങ്ങണം. വാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡാൻസിന്റെ അകത്ത് കരാട്ടെ ഒക്കെ ഉണ്ടോ? താങ്ക്സ് വീർ, മെനി 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 താങ്ക്സ്. Come on, now we are ready for fight. I am ready for the fight. എപ്പോഴും എതിരാളിയുടെ കണ്ണിൽ തന്നെ നോക്കണം. നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ അവർ നമ്മളെ തോൽപ്പിച്ചു കളയും.
പ്രശാന്ത്, ഇപ്പൊ വേണമെങ്കിലും നീ ഇംലിയോട് സോറി പറഞ്ഞോ. അപ്പൊ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ അടികൂടുന്നൊന്നും നല്ല കാര്യമല്ല. എലി പൂച്ചയെ പേടിപ്പിക്കുന്നോ? വരൂ, മത്സരം തുടങ്ങാം. നീ ഏതാടാ കൊച്ചു ചെറുക്ക? കയറേന്ന് പിടിവിടറാ. ഒരിക്കലും വിടില്ല. നിങ്ങൾക്ക് ശരിക്കും നാണമില്ലേ മൃഗങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ? ഇംലി, ചുൾബുൾ ഓടിക്കോ. നിങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ പതിവ് രീതി ഞാൻ പ്രയോഗിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നേ? ഇംലി, ചുൾബുൾ, വേഗം എന്റെ കൂടെ വാ. എങ്ങനെയുണ്ട് മക്കളെ? എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും മക്കളെ. വീർ, എനിക്ക് പേടിയാവുന്നു വീർ. അയ്യോ അയ്യോ, വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഇംലി, നീ അവിടുന്ന് മാറിക്കോ. ഞാൻ ഈ ഊഞ്ഞാലും കൊണ്ട് അങ്ങോട്ട് വരാം. ഇത്രയും നാള് നമ്മൾ ഷോ നടത്തിയപ്പോ ആളുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ആദ്യമായി നമ്മൾ ഷോ കാണുകയാണ്. ഇംലി, വേഗം ചെല്ല്, അയാളിത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇംലി, come on. ഇനി നീ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവടാ? എന്നോട് കളിച്ചാൽ ഞാൻ നിങ്ങളെയൊക്കെ കളി പഠിപ്പിക്കും. വീർ, രക്ഷിക്കണേ, അയാൾ എന്റെ മുകളിലേക്കാണ് വരുന്നത്. ഇതെങ്ങനെയാ സംഭവിച്ചത്? അവിടെ നെറ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാ താഴെ വീണത്? അകടം പകടം മാലം ഫാലം ഇക്കടം തിക്കടം ദന്തമാദം. ഓക്കേ ജിൻഡു, എന്നാ ബിൽഡറിന്റെ അടുത്തേക്ക് പോവാം. ഓപ്സ്, ജിൻഡു എന്റെ ശബ്ദവും ഉടുപ്പും എല്ലാം പ്രിൻസിപ്പൽ സാറിന്റെ പോലെയാക്ക്. ഇപ്പൊ ശരിയായി. ലെറ്റ്സ് ഗോ. എടോ ഗുണശേഖര പിള്ളേ, താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? തന്നോട് പറഞ്ഞതല്ലേ സ്കൂളിന്റെ ബിൽഡിംഗ് പൊളിക്കുന്നവരെ എന്നെ ഇങ്ങോട്ട് കാണാൻ വരരുതെന്ന്. മാത്രമല്ല, ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ മാസ്ക് ഒക്കെ എടുത്ത് കളഞ്ഞ് നാട് വിട്ടോളണം. എന്താ, മാസ്ക് എടുത്ത് കളയാണോ? അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു. സ്കൂളിലേതോ ഗുണശേഖരൻ എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻസിപ്പളാ. അയാള് പ്രിൻസിപ്പൽ സാറിന്റെ അതേപോലെ മാസ്ക് ഇട്ടിരിക്ക. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. പക്ഷെ യഥാർത്ഥ പ്രിൻസിപ്പാളിന് എന്ത് സംഭവിക്കും? അയാളെ ആ സ്കൂളിന്റെ ഗോഡൌണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അയാളെ എന്ത് ചെയ്യണമെന്നൊക്കെ പിന്നീട് ആലോചിക്കാം. വരൂ ജിൻഡു, നമുക്ക് സ്കൂളിലെ ഗോഡൌണിൽ പോവാം. ഇന്നീ ബിൽഡറിന്റെ കള്ളത്തരം പൊളിക്കണം. അല്ല, ഇതാ മാന്ത്രികനാണല്ലോ. ഇവൻ എന്റെ എല്ലാ കളികളും കൊളമാക്കും. ഹലോ, ഞാൻ പറയുന്ന കേക്ക്. പ്രിൻസിപ്പലിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുത്തൻ വരുന്നുണ്ട്. അവൻ മാന്ത്രികനാ. അവന്റെ മന്ത്രശക്തി കണ്ടൊന്നും പേടിക്കരുത് കേട്ടോ. അവൻ ചിലപ്പോ ഭൂതമാവും, അനക്കൊണ്ട ആവും. പക്ഷെ നിങ്ങൾ അവനെ അടിച്ചവിടെ നിന്ന് ഓടിക്കണം. ഞാനിപ്പോ വരാം. ഓക്കെ സാർ.
അവര് വരുന്നുണ്ട് ബോസ്. വീർ, പ്രിൻസിപ്പൽ സാറിനെ അഴിച്ചുവിട്. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നന്നായി വിശക്കുന്നുണ്ട്. വേഗം പോയി എന്തെങ്കിലും കഴിച്ചേക്കാം. ഇംലി, നീ പ്രിൻസിപ്പൽ സാറിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ വേഗം. ഓക്കേ വീർ. ഇല്ലേ വരൂ.